ഒരിടത്തൊരിടത്ത് പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. ഈ കൃഷിക്കാരന് 8 മക്കളുണ്ട്. 8 മക്കളും കൃഷിക്കാരനും ഭാര്യയും കൂടി ഒരു ചെറിയ വീട്ടിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി അങ്ങനെ കഴിഞ്ഞു വരികയായിരുന്നു. 8 മക്കൾ മാത്രമല്ല ഇദ്ദേഹത്തിന് 2 കാളകളുണ്ട്. പിന്നെ ഭാര്യയ്ക്ക് 10 കോഴികളുണ്ട്. ഇതിൽ 9 പിടക്കോഴികളും ഒരു പൂവൻ കോഴിയുമാണ്. ഇവരെല്ലാവരും കൂടി വളരെ സഹവർത്തിത്വത്തോടെ സമാധാനത്തോടെ അവരുടെ ചെറിയ വീടും ചെറിയ പറമ്പും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോവുക. കൃഷിക്കാരന് കുറച്ച് ദൂരെയായിട്ട് കാടിനടുത്ത് കുറച്ച് കൃഷി സ്ഥലമുണ്ട്. അവിടെയാണ് അദ്ദേഹം ഗോതമ്പ് കൃഷി നടത്തുന്നത്. രാവിലെ അദ്ദേഹം തൻ്റെ കാളകളെയുമായിട്ട് ഈ ഗോതമ്പ് പാടത്തേക്ക് പോകും. അവിടെ നിലമുഴുത് വിത്ത് വിതയ്ക്കും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കൃഷിപ്പണികൾ ചെയ്യും. കൊയ്ത്ത് കാലമാകുമ്പോൾ ഈ ഗോതമ്പ് കൊയ്ത് കുറച്ച് വീട്ടിലെ ആവശ്യത്തിനെടുത്ത് ബാക്കി വിൽക്കും. അതുകൊണ്ട് അങ്ങനെ അവർ ജീവിച്ചു പോന്നു. അങ്ങനെ ഒരിക്കലും ഒരു ദിവസം രാവിലെ കൃഷിക്കാരൻ തൻ്റെ കാളകളുമായിട്ട് പാടത്ത് പണിക്ക് പോയി. അന്ന് അദ്ദേഹം നിലമുഴുത് വിത്ത് വിതയ്ക്കുന്ന ദിവസമായിരുന്നു. നില ഉഴാൻ തുടങ്ങിയപ്പോഴാണ് കാടിനുള്ളിൽ നിന്നെന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. കാടാകെ ഉലയുന്നു. എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാളകളെ അവിടെ നിർത്തിയിട്ട് ഇദ്ദേഹം ഈ കാടിനടുത്തേക്ക് ചെന്നു. അപ്പോൾ കണ്ടത് വളരെ രസകരമായൊരു കാഴ്ചയാണ്. ഒരു ചെറിയ മുയൽ. ആ മുയലിന് പിന്നാലെ ഒരു പൊണ്ണത്തടിയൻ കരടി ഓടുന്നുണ്ട്. മുയലാണെങ്കിൽ വളഞ്ഞു പുളഞ്ഞാണ് ഓട്ടം. അതുകൊണ്ട് കരടിക്ക് മുയലിനെ പിടിക്കാൻ പറ്റുന്നില്ല. പലതവണയും കരടി മുയലിനെ തൊട്ടില്ല എന്നായെങ്കിലും മുയൽ വെട്ടിച്ച് കടന്നു കളയും. അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഓട്ടപ്പന്തയത്തിൻ്റെ ശബ്ദമായിരുന്നു ഇയാൾ കേട്ടത്. ഈ രസകരമായ കാഴ്ച കണ്ട് അയാൾ അവിടെ നിന്നു. അങ്ങനെ കുറേ നേരം നിന്നപ്പോഴത്തേക്ക് ഈ മുയൽ ഈ കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി പൊന്തക്കാടിനുള്ളിൽ ഒളിച്ചു. കരടിയുടെ ചമ്മയുള്ള നിപ്പ് കണ്ടപ്പോൾ കൃഷിക്കാരൻ അങ്ങ് ചിരി വന്നു. അയാൾ അവിടെ നിന്ന് ഉറക്കെ അങ്ങ് ചിരിച്ചു. ചിരിയൊക്കെ ചിരിച്ച് അയാൾ തിരിഞ്ഞ് കൃഷിസ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ തൻ്റെ ഷർട്ടിൻ്റെ പിന്നിൽ ആരോ പിടിച്ചതായിട്ട് തോന്നി. തിരിഞ്ഞു നോക്കുമ്പോൾ ഭീമൻ കരടിയാണ്. കരടി ചോദിച്ചു, നീ എന്നെ എന്തിനാ കളിയാക്കി ചിരിച്ചത്? അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, അയ്യോ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാ. ആ മുയലിൻ്റെ ഓട്ടം കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കരടി പറഞ്ഞു, ഞാൻ വിശന്നിട്ടാണ് ആ മുയലിനെ പിടിക്കാൻ നോക്കിയത്. എൻ്റെ വിശപ്പിന് അവൻ പോരായിരുന്നു. അവൻ രക്ഷപ്പെട്ടത് കാര്യമായി എനിക്ക് നിന്നെ കിട്ടിയല്ലോ. നിന്നെയും നിൻ്റെ 2 കാളകളെയും ഞാൻ ഇപ്പം തന്നെ വിഴുങ്ങും. കൃഷിക്കാരൻ ആകെ വിഷമിച്ചു പോയി. കരടിയുടെ പിടി മുറുകിയിരിക്കുകയാണ്. കൃഷിക്കാരൻ പറഞ്ഞു, അയ്യോ എനിക്ക് 8 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവർക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ. കരടി പറഞ്ഞു, അതൊന്നും എന്നോട് നീ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കളിയാക്കുമ്പോൾ നീ ആലോചിക്കണമായിരുന്നു. എന്തായാലും എനിക്ക് കുശാലായി. നിന്നെയും നിൻ്റെ കാളകളെയും കൂടി എനിക്ക് തിന്നാൽ 2 ദിവസത്തേക്ക് വിശക്കൊന്നും തോന്നുന്നില്ല. കൃഷിക്കാരൻ കരഞ്ഞ് കാല് പിടിച്ചു കരടിയുടെ. കരടി ഒട്ടും അലിവില്ലാതെ നിൽക്കുകയാണ്. ഇപ്പം തന്നെ തിന്നും. അവസാനം കൃഷിക്കാരൻ പറഞ്ഞു, എന്നാൽ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എൻ്റെ മക്കൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അവർക്ക് തന്നെ കൃഷിയായിരുന്നു ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിലമുഴുത് ഒന്ന് വിത്ത് വിതച്ചോട്ടെ. ഈ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ അത് വളർന്ന് വലുതായി എൻ്റെ മക്കൾക്ക് കൊയ്ത് കുറച്ച് കാലത്തേക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് നീ എന്നെ വിടണം. അപ്പോൾ കരടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകുന്നേരം വരാം. നീ ഇന്ന് നിലമുഴുതി വിത്ത് വിതച്ചോ. നിൻ്റെ ജോലിയൊക്കെ കഴിയുമ്പോൾ ഞാൻ വന്ന് നിന്നെ തിന്നും. ഇതും പറഞ്ഞിട്ട് കരടി കാടിനുള്ളിലേക്ക് പോയി. കൃഷിക്കാരൻ കാളകളുടെ അടുത്ത് ചെന്നിരുന്ന് കരയാൻ തുടങ്ങി. കൃഷിക്കാരൻ കരയുന്ന കണ്ടപ്പോൾ കാളകൾക്ക് സങ്കടമായി. അതുങ്ങളും കരയാൻ തുടങ്ങി. ആകെ കൂട്ടക്കരച്ചിൽ. ഈ കൂട്ടക്കരച്ചിലും കേട്ടുകൊണ്ട് ഒരു കുറുക്കൻ വന്ന് കൃഷിക്കാരനോട് ചോദിച്ചു, എന്തിനാ കരയുന്നേ? കൃഷിക്കാരൻ പറഞ്ഞു, അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാനൊരു കരടിയെ കളിയാക്കി ചിരിച്ചു. ആ കരടി ഇപ്പം വന്ന് എന്നെ പിടിച്ചിട്ട് എന്നെ തിന്നുമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം വരാൻ പറഞ്ഞു വിട്ടു. എനിക്കിന്ന് നിലം മുഴണം, വിത്ത് വിതയ്ക്കണം. ആ വിത്തെല്ലാം വിതച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കാണുകയുള്ളൂ. അത് കഴിഞ്ഞാൽ കരടി എന്നെ വന്ന് തിന്നും. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, പേടിക്കണ്ട, ആ കരടിയുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. പക്ഷേ നീ എനിക്ക് പകരം എന്ത് തരും എന്ന് പറയണം. കൃഷിക്കാരൻ പറഞ്ഞു, അയ്യോ ഞാനൊരു പാവപ്പെട്ട കൃഷിക്കാരനാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് വിത്തല്ലാതെ ഒന്നുമില്ല. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, അതല്ല, ഞാൻ നിൻ്റെ വീടിനടുത്തൂടെയൊക്കെ വന്നിട്ടുണ്ട്. നിനക്ക് 10 കോഴികളുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് 9 പിടക്കോഴിയും ഒരു പൂവൻ കോഴിയുണ്ട്. അതിനെ എനിക്ക് തരണം. കൃഷിക്കാരൻ പറഞ്ഞു, ശരി, എൻ്റെ ഭാര്യയുടെയാണ് ആ സ്വത്ത്. പക്ഷേ ഞാൻ അവളോട് പറയാം, ഞങ്ങൾ നിനക്ക് ഈ കോഴിയെ തരാം. എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം ഈ കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ശരി, ഞാൻ ഇന്ന് സഹായിക്കാം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. അങ്ങനെ കുറുക്കൻ ഈ കൃഷിക്കാരനൊരു വിദ്യ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വൈകുന്നേരം വരെ കൃഷിക്കാരൻ നിലമെല്ലാം ഉഴുതു കഴിഞ്ഞപ്പോൾ കൃഷിക്കാരൻ കരടിയെ കാത്തിരിക്കാൻ തുടങ്ങി. സന്ധ്യയായി. അപ്പോൾ കരടി വന്നു. നീ റെഡിയാണല്ലോ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ നിന്നെ വിഴുങ്ങട്ടെ.
അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ, നീ എന്നെ തിന്നാൻ വന്നതല്ലേ, തിന്നു. അങ്ങനെ കരടി കൃഷിക്കാരനെ തിന്നാൻ ഒരുങ്ങി. അപ്പോൾ കാടിനുള്ളിൽ നിന്ന് ആരോ വിസിലൂതുന്ന ശബ്ദം കേട്ടു. കരടി ചോദിച്ചു, അതെന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, അയ്യോ അതൊരു കരടി വേട്ടക്കാർ ഇച്ചിരി മുമ്പ് അങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നു, അവർ വരുന്ന ശബ്ദമാണ്. അപ്പോൾ കരടി ചോദിച്ചു, അയ്യോ എന്നെ വേട്ടക്കാർ പിടിക്കുമല്ലോ, അവർ വന്നാൽ എന്നെ അന്നേരം തന്നെ വെടിവെച്ച് താഴെ ഇടും, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഒളിച്ചിരിക്കാനൊരു സ്ഥലം കാണിച്ചു തരാമോ? അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, ഇതാ ഞാൻ വിത്ത് കൊണ്ടുവന്ന ചാക്കിരിപ്പുണ്ട്, ഒരു കാര്യം ചെയ്യേ, നീ ഈ ചാക്കിനകത്ത് കയറിയിരുന്നു, ഞാൻ ചാക്കിന് മോൾ ഭാഗം കെട്ടിവെക്കാം, വേട്ടക്കാർ വരുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ സഹായിക്കാം. അങ്ങനെ കരടി വിത്ത് കൊണ്ടുവന്ന വലിയ ചാക്കിനകത്ത് കയറിയിരുന്നു. കൃഷിക്കാരൻ ചാക്കിൻ്റെ മുകൾ ഭാഗം ഒരു കയറുകൊണ്ട് ബലമായിട്ട് കെട്ടി. കൃഷിക്കാരൻ ചാക്ക് കെട്ടിക്കഴിഞ്ഞതും കുറുക്കൻ അങ്ങോട്ട് വന്നു. കുറുക്കൻ വന്ന് ചോദിച്ചു, ഇതെന്തായി ചാക്കിനകത്ത്? അവൻ വേട്ടക്കാരുടെ ശബ്ദത്തിലാണ് ചോദിച്ചത്. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, അതെ, ഞാൻ വീട്ടിലേക്ക് തീ കത്തിക്കാൻ വേണ്ടി കുറച്ച് വിറക് കഷ്ണങ്ങൾ പിറക്കി കൂട്ടിയതാണ്, അതെല്ലാം കൂടെ ഞാൻ ചാക്കിനകത്ത് വെച്ച് കെട്ടിയേക്കുക. കുറുക്കൻ പറഞ്ഞു, ഇങ്ങനെയാണോ വിറക് കെട്ടിയിരിക്കുന്നത്? ഇത് കണ്ടിട്ട് വിറക് കെട്ടാൻ തോന്നുന്നില്ലല്ലോ. എന്നിട്ട് കുറുക്കൻ തൻ്റെ വിരലുകൾ കൊണ്ട് ആ ചാക്കിലൊക്കെ ഇങ്ങനെ കുത്തി കുത്തി നോക്കി. അതിനകത്തിരുന്ന കരടി പേടിച്ച് വിറച്ചു. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, സത്യമായിട്ടും അത് വിറക് കഷ്ണമാണ്, അതല്ലാതെ വേറെ ഒന്നുമല്ല, അത് കരടിയോ പുലിയോ ഒന്നുമല്ല. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യേ, നീ നിൻ്റെ കയ്യിലിരിക്കുന്ന കോടാലി കൊണ്ട് അതൊന്ന് വെട്ടിക്കാണിക്ക്, വിറകാണെങ്കിൽ വെട്ടുകൊള്ളുമല്ലോ. കൃഷിക്കാരനുടനെ തൻ്റെ കയ്യിലിരുന്ന കോടാലി കൊണ്ട് ചാക്കിൻ്റെ മേലെ ഒരൊറ്റ വെട്ട് വെച്ച് കൊടുത്തു. അതിനകത്തിരുന്ന കരടി അപ്പം തന്നെ ചത്തു. കരടിയുടെ മാംസം കുറുക്കന് കൊടുത്തിട്ട് കരടിയുടെ തൊലിയും മുരിച്ച് കൃഷിക്കാരൻ തൻ്റെ വീട്ടിലേക്ക് പോയി. ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞതാ, നമുക്ക് പുതപ്പുണ്ടാക്കാൻ നല്ലൊരു കരടി തൊലി കിട്ടിയിട്ടുണ്ട്. ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. ഭാര്യ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടി? കൃഷിക്കാരൻ കഥയെല്ലാം പറഞ്ഞു. പക്ഷേ വൈകുന്നേരം ഭാര്യയുടെ ആകെയുള്ള സ്വത്തായ കോഴികളെ കുറുക്കന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ ബഹളം വെച്ചു. അവർ പറഞ്ഞു, കരടിയുടെ മാംസം കുറുക്കന് കൊടുത്തതല്ലേ, പിന്നെന്തിനാ ഇനി കോഴികളെ കൂടെ കൊടുക്കുന്നത്? അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ വൈകുന്നേരം കുറുക്കൻ ഇവിടെ വരും, നീ നിൻ്റെ കോഴിയെ കൊടുത്തേ പറ്റൂ. അപ്പോൾ ഭാര്യ പറഞ്ഞു, എൻ്റെ കോഴികളെ ഒന്നും ഞാൻ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി. അങ്ങനെ രാത്രിയായി. മക്കളെ എല്ലാം ഉറക്കി കൃഷിക്കാരനും ഭാര്യ ഉറങ്ങാൻ കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ വാതിലൊരു മുട്ട് കേട്ടു. കൃഷിക്കാരൻ വിളിച്ച് ചോദിച്ചു, ആരാ അവിടെ? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഞാനാ, കുറുക്കനാ, നിൻ്റെ 10 കോഴികളെയും കൂടെ വേഗം ഇങ്ങോട്ട് തന്നേ, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, ഒന്ന് ക്ഷമിക്കണേ, ഞാനൊന്ന് എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നോട്ടെ, അപ്പം ഞാൻ നിനക്ക് കോഴികളെ തരാം. എന്നിട്ട് കൃഷിക്കാരൻ പെട്ടെന്ന് തൻ്റെ 8 മക്കളെ ഉണർത്തി. ഒപ്പം കൃഷിക്കാരനും ഭാര്യയും കൂടെ ചേർന്നു. എല്ലാവരും കൂടെ വാതിലിന് നേരെ തിരിഞ്ഞ് നിന്ന് പട്ടി കുരയ്ക്കുന്നത് പോലെ ഉറക്കെ ബൗ 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 എന്ന് കുരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കുറുക്കൻ വിളിച്ചു ചോദിച്ചു, അതെന്താ അതിനകത്തൊരു ശബ്ദം? അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, എനിക്ക് 4-5 വേട്ടപ്പട്ടികളുണ്ടേ, ആ വേട്ടപ്പട്ടികൾ ഇന്ന് ഞങ്ങളുടെ കട്ടിലിനടിയിലാണ് കിടന്ന് ഉറങ്ങിയത്. പുറത്തിന്ന് വലിയ തണുപ്പായിരുന്നു. ഞാൻ എഴുന്നേൽക്കുന്ന ശബ്ദം കേട്ട് അവയെല്ലാം കൂടെ ഉണർന്നുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത്, നീ പേടിക്കേണ്ട. ഇത് കേട്ടതോടെ കുറുക്കൻ പേടിച്ച് വിറച്ചു. കുറുക്കൻ ചോദിച്ചു, അയ്യോ നീ വാതിൽ തുറന്നാൽ ഈ പട്ടികളെല്ലാം കൂടെ പുറത്ത് ചാടത്തില്ലേ? അപ്പോൾ വേട്ടക്കാരൻ പറഞ്ഞു, അത് ചാടും, ഈ പട്ടികളെല്ലാം എൻ്റെ കട്ടിലിനടി കിടന്ന് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക, പുറത്തിറങ്ങുന്ന അവയ്ക്കിഷ്ടം, ഞാൻ വാതിൽ തുറന്നാൽ അവ പുറത്ത് ചാടും. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ നീ വാതിൽ തുറക്കുകയേ വേണ്ട, എനിക്ക് കോഴിയെ വേണ്ട. ഇതും പറഞ്ഞുകൊണ്ട് കുറുക്കൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. കുറുക്കൻ ദൂരെ മറയുന്നത് വരെ കൃഷിക്കാരനും ഭാര്യയും മക്കളും ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി കുരച്ചുകൊണ്ടേയിരുന്നു. കുറുക്കൻ അങ്ങ് ദൂരെ പോയി കഴിഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. പിന്നീട് അവർ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.